നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങാണ് കേട്ടോ. ടോക്ക് വിത്ത് അഷിത എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണണം. ഹലോ, രാവിലെ ഇന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസാല ദോശ എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി മസാല ദോശയൊക്കെ സംസാരിക്കും കേട്ടോ, ഞാൻ സംസാരിക്കും. അപ്പോൾ മാക്സിമം മലയാളം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്താണ് അപ്പം എനിക്ക് ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഈ ചാനലിലും തരണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ചില ആളുകളെങ്കിലും ചില പഹയന്മാരെങ്കിലും വിചാരിക്കുക എനിക്കിതൊക്കെ വലിയ താല്പര്യമുണ്ട്, സ്ഥിരമായിട്ട് ഇത്തരം വീഡിയോസിൻ്റെ ഒരു പ്രേക്ഷകനാണ്, നിരവധി സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നൊരു പഹയനായതുകൊണ്ടാണ് ഇത് കൂടുതൽ റിയാക്ട് ചെയ്യുന്നതെന്ന്. ഇത് നമുക്ക് വലിയ ഇഷ്ടമുള്ളൊരു മേഖലയാണ്, ഇത്തരം ആളുകളുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഇത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ വലിയൊരു സദ്യ ഉള്ളൊരു ഫീലാണ്. ആക്ച്വലി ഇത്തരം വീഡിയോസ് എനിക്ക് ചില കള്ള ഹിമാറുകളായിട്ടുള്ള നമ്മുടെ ഫോളോവേഴ്സ് പെണ്ണുങ്ങൾ അയച്ചിരുന്ന വീഡിയോ ആണ്. എന്താണ് സംഭവിച്ചത്? ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതായത് ഒരു യൂട്യൂബ് ചാനൽ, തൻ്റെ വലിയ സ്വപ്നമായിരുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവ കഥ തന്നെയാണ്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിൽ കാണുന്ന പകയന്മാർ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങാണ് കേട്ടോ. ടോക്ക് വിത്ത് അഷിത എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കാണണം. അപ്പം എനിക്ക് ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഈ ചാനലിലും തരണം. എൻ്റെ മറ്റുള്ള ചാനലുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പം ഈ ഒരു ചാനലിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതെ, അഷിത എന്ന് പറയുന്ന ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി, ഓളൊരു യൂട്യൂബ് വിവാഹിതയാണ്, കുട്ടികൾ കൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അതായത് ഓള് വലിയ സ്വപ്നങ്ങളുമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു പദ്ധതി ഇടുന്നു. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അതിനുശേഷം പിന്നീട് മറ്റൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. നിരവധി കണ്ടന്റുകൾ ഓള് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. അധികവും ട്രാവൽ വ്ലോഗ്, ഫുഡ് വ്ലോഗ്, പ്രാങ്ക്, അത്തരം കലാപരിപാടികളാണ് ഓൾ ഏറെയും പങ്കുവെച്ചത്. അതിൽ ചില കലാപരിപാടി. ഹലോ, രാവിലെ ഇന്ന് അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസാല ദോശ എന്ന് പറഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി മസാല ദോശയൊക്കെ കഴിച്ചു. എനിക്ക് മസാല ദോശേനെക്കാട്ടും ഇഷ്ടം ഇവിടെ വേറൊരു സാധനം ഉണ്ട്, അതാട്ടോ മെയിനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കും കേട്ടോ, ഞാൻ സംസാരിക്കും. അപ്പൊ മാക്സിമം മലയാളം സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്താണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഫറൂഖ് പാലത്തിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ, ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ ഒരു പോപ്കോണിൻ്റെ ഷോപ്പുണ്ട്. പൊതുവെ ആൾ കുറവാണ്. അപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ട്. നമുക്ക് ആ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം മലയാളം പറയാൻ പറ്റുമോ. ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരി കൂരാച്ചുണ്ടലേക്ക് പോകുന്ന വഴിക്കുള്ള കൊട്ടാരമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തൃക്കുറ്റിശ്ശേരി പാലത്തിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു തട്ടുകടയിലാണ്, എൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. മുന്നിലല്ല, അതിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഒരു നടത്തുന്നൊരു ഇതേ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ്. ഇതിൽ എന്താണുള്ളതെന്നറിയോ? ഇംഗ്ലീഷ് വാക്കുകൾ. ഇപ്പം ഞാൻ കോഴിക്കോട്ടിക്കാരനോട് സംസാരിക്കുമ്പോൾ അതായത് വെറൈറ്റി കണ്ടന്റുകൾ, നിരവധിയായിട്ടുള്ള വെറൈറ്റി ട്രാവല്, പ്രാങ്ക്, അങ്ങനെ ഒത്തിരി കണ്ടന്റുകൾ ഓള് ചെയ്ത് മെയിനായിട്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ വീഡിയോ എടുത്ത് ഹോട്ടലിൻ്റെ റിവ്യൂ, ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ പഹയന്മാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, പ്രാങ്ക് ചെയ്യിക്കുക. കൂടുതലും ഈ പറഞ്ഞ ഹുക്കാനെയൊക്കെയാണ് ചെയ്യിപ്പിച്ചത്. പ്രായമുള്ള പഹയന്മാരാണ് കൂടുതലും ചാനലിൽ കയറിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രായമുള്ള തൈക്കളവന്മാരായിട്ടുള്ള ആളുകളെ ഓളുടെ സബ്സ്ക്രൈബറായിട്ട് ഓൾ ആഡ് ചെയ്തതിന് ശേഷം പ്രാങ്ക് ചെയ്യിപ്പിച്ചു. വിവിധ കലാപരിപാടികളൊക്കെ സംഭവിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും ഓളുടെ ചാനലിന് ഒരു അഭിവൃദ്ധി ഉണ്ടായില്ല. അതായത് ഒരാളും തിരിഞ്ഞു നോക്കാത്ത,
ഒരു ഹലാക്കിലെ ചാനലായ ഓളുടെ ചാനൽ മാറി. ഓള് പൊടുന്നതിന് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. തന്റെ ചാനൽ രക്ഷപ്പെടണമെങ്കിൽ ഇനി മെമ്പർഷിപ്പ് ലൈവ് മാത്രമാണ് മാർഗം. അങ്ങനെ ഓൾ ഇൻസ്റ്റാഗ്രാമിലും തന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും മെമ്പർഷിപ്പ് തുടങ്ങിയാണ്. ഞാനിപ്പോൾ വരാം. ഓ ആയിക്കോട്ടെ സുമേഷ് ഒന്ന് താഴത്തേടി എന്ത് പോയി മെമ്പർഷിപ്പ് എടുക്കടാ 599. ആ ഒരു മേഖല ഓളെ നിരാശപ്പെടുത്തിയില്ല. അതേ ഞരമ്പ് രോഗികളായ ധാരാളം പഹയന്മാര് ഓളെ മെമ്പർഷിപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. കൂടുതൽ വീഡിയോ ഇവിടെ കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഏറെ ഞെട്ടലുളവാക്കുന്ന നിരവധി റീൽസുകളാണ് ഓള് പങ്കുവച്ചിരിക്കുന്നത്. 235K, ഫേസ്ബുക്കിൽ 188K. നിരവധി ഞരമ്പന്മാർ ഓളെ നെഞ്ചിലേറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതായത് ഒരു ഭാഗം ആളുകൾ ഓളുടെ ചാനൽ കാണാതെ തള്ളിക്കളഞ്ഞപ്പോൾ, ഓളെ ഒരു ചവറ്റു കുട്ടിയിലേക്ക് ഓളുടെ ചാനൽ തള്ളിക്കളഞ്ഞപ്പോൾ, നമ്മുടെ നാട്ടിലെ ഞരമ്പന്മാർ, പ്രവാസികളായിട്ടുള്ള പഹയന്മാരും ഞരമ്പന്മാരും ഒത്തുചേർന്ന് ഓളെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതിനോടകം തന്നെ മെമ്പർഷിപ്പിൽ, ഇൻസ്റ്റഗ്രാം മെമ്പർഷിപ്പിൽ 468 പേരാണ് കയറിയിരിക്കുന്നത്. 399 രൂപ നിരക്കിൽ ഏതാണ്ട് 1,85,000, 2 ലക്ഷം രൂപയോളമാണ് ഓള് സമ്പാദിച്ചിരിക്കുന്നത്. എനക്കതല്ല, ആദ്യം ഓളുടെ ചാനലിൽ പ്രാങ്ക് കണ്ടു കയറിയ ആ ഹിക്കയുടെയൊക്കെ ഒരവസ്ഥ, ഓലവസ്ഥ വല്ലാത്തൊരവസ്ഥ. എൻ്റെ ചായക്കടക്കാരന്മാരുള്ള പഹയന്മാര് ഓലവസ്ഥ. ഓല ഇറങ്ങിപ്പോയിട്ടുണ്ടാവോ അതോ മെമ്പർഷിപ്പ് എടുത്ത് ഇവിടെ കൂടിയിട്ടുണ്ടാവോ? നിരവധി ആളുകളാണ് അങ്ങനെ കയറിയിരിക്കുന്നത്. ഓലവസ്ഥ വല്ലാത്ത ഹലാക്കിലെ ഒരവസ്ഥയാണ്. ഇവിടെ പ്രമുഖ താരങ്ങളായ രേണുസുതി ഉൾപ്പെടെയുള്ള താരങ്ങൾ, അഞ്ജിത നായർ ഉൾപ്പെടെയുള്ള റീൽസ് താരങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ഇത്തരത്തിലുള്ള നിരവധി താരങ്ങളുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം വഴി സബ്സ്ക്രിപ്ഷനിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന നിരവധി വീട്ടമ്മമാർ ഏറി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഇത് വലിയൊരു ഭീഷണിയായി സമൂഹത്തിൽ മാറുകയാണോ അതോ ഒരു സ്വയം തൊഴിൽ, ഒരു കുലത്തൊഴിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഗവൺമെൻറ് അതിനെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക്, പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഭാവിയിൽ മാറുമോ? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. किसी की आंखों का काजल बन जाता है।